ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിനമാണ്. മോഹൻലാൽ എവിടെ പോയി, മോഹൻലാൽ ഔട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് തിരിച്ചടിയായി മോഹൻലാൽ ഇതാ മലയാള സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വന്നിരിക്കുന്നു. അതായത് നേരെ സൂപ്പർ ഹിറ്റായി എന്ന് ഞങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുത്തൊരു വീഡിയോ ഉണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്നു മോഹൻലാലിനെ എഴുതി തള്ളാൻ വരട്ടെ എന്ന്. ഇന്നിതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആദ്യത്തെ ഷോ രാവിലെ ഞങ്ങൾ കണ്ടു. സത്യത്തിൽ അവിടെ തിയേറ്ററിൽ നിറയെ ആൾക്കാരായിരുന്നു. അതിൽ പലരും പറഞ്ഞു ഫാൻസുകാരുണ്ടോ, ഇല്ല, മോഹൻലാലിൻ്റെ ഫാൻസുകാർ ആദ്യത്തെ ഷോയ്ക്ക് ഇല്ലാത്ത പോലും തിയേറ്റർ നിറഞ്ഞ ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മൾ മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ ആകെ ആകാംക്ഷയോടെയാണ് ആ സിനിമ കാണാനിരുന്നത്. ഇത് മുമ്പുള്ള പബ്ലിസിറ്റി, ഇത് ഒരു കോർട്ട് സിനിമയാണ്, ഒരു നാടകീയ സിനിമയാണ് എന്നുള്ളൊരു പബ്ലിസിറ്റി ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇത് തുടക്കം മുതൽ കണ്ടിരിക്കാവുന്നൊരു സിനിമ. അപ്പോൾ ചോദിക്കും മോഹൻലാൽ മാത്രമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പറയുകയാണെങ്കിൽ മോഹൻലാലിന് മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂടി കൊടുത്ത് മലയാള സിനിമ സജീവമാക്കാൻ ജിത്തു വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സിനിമ കഴിഞ്ഞ് 21ാമത്തെ മിനിറ്റിലാണ് മോഹൻലാൽ വന്നതെന്ന് ആലോചിക്കണം. ആ 21ാമത്തെ മിനിറ്റ് നമ്മൾ കണ്ട് ആസ്വദിക്കുമ്പോഴും മോഹൻലാലിൻ്റെ കുറവ് അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വിജയം എന്ന് ആലോചിക്കണം. ഒരു ബലാത്സംഗ കഥയാണെന്ന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വാക്കറിയാം. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക് മറ്റൊന്ന് ചിന്തിച്ചത്, കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നൊരു വിചാരണ, ഒരു റേപ്പ് അക്ടിൻ്റെ വിചാരണയുടെ കഥ അതേപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറിയതൊഴിച്ചാൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയാതെ മോഹൻലാൽ വിജയിച്ചു, മോഹൻലാൽ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഒപ്പം ചേർത്ത് വെക്കേണ്ട ചില പേരുകളുണ്ടെന്നാണ്. ജഗദീഷ്, KB ഗണേഷ് കുമാർ, പിന്നെ ഇതിലെ സൂപ്പർ നായിക നടിയായി വന്നിരിക്കുന്നു അനശ്വര രാജൻ. ചെറിയ വേഷങ്ങളിൽ വന്നു, ബാലവേഷങ്ങളിൽ വന്നു, നായികയായി വന്ന ആ കുട്ടിക്ക് കിട്ടാവുന്ന ദ ബെസ്റ്റ് വേഷമാണ് ഈ സിനിമയിൽ എന്ന് ആലോചിക്കണം. അത് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ സിനിമ കാണണം. തനിച്ചല്ല, കുടുംബസമേതം. ആ കുടുംബസമേതം കാണാവുന്ന ഒരു മനോഹരമായ ഒരു സിനിമയാണെന്ന് ആലോചിക്കണത്. ഇത് പലരും പറഞ്ഞു ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്, ഈ സിനിമ കൂടി പോയി കഴിഞ്ഞാൽ ലാലിൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള റൈറ്റർ കംസ് ഡയറക്ടറാണ് ജിത്തു എന്ന് ആദ്യം മുതൽ സുരേഷ് ഗോപി വെച്ചൊരു ക്രൈം ത്രില്ലർ തുടങ്ങിയ നാൾ മുതൽ ജിത്തു തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതായിരിക്കണം. പിന്നീട് വന്ന സിനിമകളൊക്കെ നോക്കൂ. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത, ഈ സിനിമ ഇങ്ങനെ പെട്ടെന്നുണ്ടായതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം മറ്റു ഡേറ്റുകളില്ലാതെ വന്നപ്പോൾ, ഡേറ്റുകൾ കുറച്ച് ബാക്കി വന്നപ്പോൾ ആ കുറച്ച് ഡേറ്റിനുള്ളിൽ എടുത്ത് തീർത്തൊരു സിനിമയാണെന്ന് ആലോചിക്കണത്. പക്ഷെ അത് നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു കുട്ടി, അന്ധയായ ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു, വേറെ തെളിവുകളൊന്നുമില്ല. അവരൊരു സ്കൾപ്ചറിസ്റ്റ് ആയിരുന്നു ആലോചിക്കണം. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ ആളെ തിരിച്ചറിയുന്നത്. പിന്നെ നമുക്കറിയാലോ, കോടതിയിൽ പോയാലത്തെ സംഭവം, കോടതിയിൽ ചെന്നാൽ അവിടെ ഇരയ്ക്ക് അല്ല നീതി കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ ഇര കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് പ്രതിഭാഗം എന്ന് പറഞ്ഞ വക്കീലുമാർ ക്രോസ് വിസ്താരം നടത്തുന്ന ആലോചിക്കണല്ലേ. അവിടെ നമുക്ക് പോലും പറഞ്ഞാൽ തോന്നും ഒരു കാരണവശാലും കോടതിയിലേക്ക് പോകണ്ട എന്ന് തോന്നുന്ന രീതിയിലാണെന്ന് ആലോചിക്കണം. അവിടെ നമ്മുടെ സിദ്ദിഖ് ഉണ്ടല്ലോ, അതിമനോഹരമാക്കി ആലോചിക്കണം. ഇപ്പോൾ സിദ്ദിഖ് ഇത്രയും വലിയ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഇത്രയും മികവ് ലഭിക്കുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ചോദിച്ചാൽ മോഹൻലാൽ മോശമായി നടത്തലല്ല, എല്ലാ സിനിമകളിലും സിദ്ദിഖ് അപാരമായിട്ടാണ് അഭിനയിക്കാറ്. മോഹൻലാലിനൊപ്പം തന്നെ, അല്ലെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ എതിരാളിയായിട്ടാണ് ഈ സിദ്ദിഖ് വന്നിട്ടുള്ളത്. അപ്പോൾ ശക്തനായൊരു വില്ലൻ, ഇവിടെ വക്കീൽ വേഷത്തിലാണ് വില്ലൻ, ശക്തനായൊരു വില്ലൻ, അത് നായകൻ്റെ വിജയത്തിന് ശക്തനായൊരു വില്ലൻ അത്യാവശ്യമാണ് എന്ന് മിക്ക സിനിമകളും തെളിയിച്ചു കഴിഞ്ഞാലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് 2.5 മണിക്കൂറുള്ള സിനിമയാണ്. 2.5 മണിക്കൂറുള്ള സിനിമ 2.5 മണിക്കൂർ കഴിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കുക, 2 മണിക്കൂർ മതി സിനിമ എന്നാണ് തോന്നിയിരിക്കുന്നത്.
കാരണം കുറച്ചും കൂടി അത് എഡിറ്റ് ചെയ്യാതെങ്കിൽ കുറേയും കൂടി സ്പീഡുണ്ടായി. ഇതൊരു വിമർശന ബുദ്ധിയ ഞാൻ പറയുന്നതാണ്. അത് ഈ പടത്തിൻ്റെ ന്യൂനതയായിട്ട് കണക്കാൻ പാടില്ല. 2 മണിക്കൂർ ഇത് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായി പോയിക്കൊണ്ട് പ്രേക്ഷകർ പറഞ്ഞാൽ അയ്യോ ഇത് 1 മണിക്കൂറുള്ളോ എന്ന് ചോദിച്ചേനെ. കാരണം 2 മണിക്കൂർ സിനിമ 1 മണിക്കൂറുള്ളോ എന്ന് ചോദിക്കുമ്പോൾ ആ സിനിമയെ സ്പീഡും ആ സിനിമയെ എങ്ങനെ സ്വീകരിച്ചു എന്നറിയാനാണ്. നമ്മൾ ലഡ്ഡു കഴിക്കുന്ന പോലെ ഈ കഴിക്കാവുന്ന കണ്ടിരിക്കാവുന്ന ഒരു സിനിമയുമായി നേരിടുന്നതായിരിക്കണം. കോടതി രംഗങ്ങൾ, തീപ്പാറുന്ന രംഗങ്ങളുണ്ട്. അത് കോടതി അലക്ഷ്യമായി പോകുന്നല്ല, ശരിക്കും കോടതിയെക്കുറിച്ച് മനസ്സിലാക്കിയവരാണെന്ന് ആലോചിക്കണം. ഇതിൻ്റെ എഴുത്തുകാരി എന്ന് പറയുന്ന ശാന്തി ഇതിലെ എഴുത്തുകാരികൾ, തിരക്കഥാകൃത്തുകൾ ഒരാളെന്ന് ആലോചിക്കണം ജിത്തുവിനോടൊപ്പം. അതേ ശാന്തി ഇതിൽ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഭിനേത്രി കൂടിയായ ശാന്തി അഭിഭാഷക കൂടിയാണെന്ന് ആലോചിക്കണം. ആ ഒറിജിനാലിറ്റി, ആ കഴിവ്, ആ മികവ് ഈ സിനിമയിലൂടെ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന എന്താ, ഇപ്പോൾ അടുത്ത കാലത്താണ് ജഗദീഷ് ഇങ്ങനെ 2-3 പടങ്ങളിലൂടെ അപാരമായ തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ജനകീയ സിനിമ കൂടിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇത്തിരി അപാരമായ അഭിനയ മികവും കഴിവും പ്രൊഫസർ ജഗദീഷിനുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടൊരു സിനിമയായി മാറി എന്നാലോചിക്കണം. സാധാരണ ഗണേഷിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, ഗണേഷ സാധാരണ പോലീസ് വേഷം അല്ലെങ്കിൽ മറ്റേ വേഷം ചെയ്തു. അങ്ങനെയല്ല, ഇത് ഒതുക്കം വന്നൊരു സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് ആലോചിക്കണം. നീതിക്ക് വേണ്ടി നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ. അങ്ങനെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സത്യസന്ധമായി നിൽക്കുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഭരണവൃത്തങ്ങളിൽ ഉണ്ടാകുന്ന ചില തിക്താനുഭവങ്ങൾ അതിവിടെയുണ്ട്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ പലർക്കും തോന്നുന്നത് അയ്യോ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കോടതിയിലേക്ക് പോകണ്ട എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. അങ്ങനെ പാടില്ല. പക്ഷെ അവിടെയാണ് അനശ്വരരാജൻ്റെ കഥാപാത്രവും ജഗദീഷിൻ്റെ കഥാപാത്രവും നമ്മളെ ഇവിടെ ആകർഷിക്കുന്നത്. എന്തു വന്നാലും ഇത് കേസിന് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇരയെ വിലയ്ക്ക് വാങ്ങാൻ നടക്കുന്ന തന്ത്രങ്ങൾ, സാമ്പത്തികം, ഭീഷണി, മറ്റ് അധികാരം, ഇതെല്ലാം കൊണ്ടും കീഴടക്കാൻ നോക്കുകയെന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച്. കാരണം 6 വർഷം മുമ്പ് തുടങ്ങിയ ഒരു കേസിൻ്റെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അതിങ്ങനെ വെറുതെ എടുത്തു വെച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം അവിടെ, അല്ലേ? ആ എടുത്തു വെച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു. പ്രേക്ഷകരൊക്കെ വെച്ചാൽ ഇതിൻ്റെ രസം കാരണം വെച്ചാൽ ഡയലോഗ് കയ്യടി. അതാണ് ഡയലോഗ് കയ്യടി എന്ന് വെച്ചാൽ ആദ്യത്തെ കയ്യടി ഞാൻ കേട്ടത് ഈ അനശ്വരരാജൻ നായിക നടിയുടെ കമൻ്റ് ഉണ്ട്, ചോദിക്കുന്ന പറയുന്നതിന് അതിൻ്റെ കയ്യടി. അപ്പോൾ ഡയലോഗ് കയ്യടി വെറും ഡയലോഗ് അല്ല, ഒരു ഇൻസിഡൻറ്റ് കോമഡി എന്ന് പറഞ്ഞ പോലെ ഇൻസിഡൻറ്റ് ഡയലോഗ് എന്ന് ആലോചിക്കണം. അത്തരം കയ്യടികളോടെയാണ് ഈ സിനിമ പ്രേക്ഷകർ കണ്ടത്. അതിങ്ങനെ കണ്ട് ഇരുന്ന് എപ്പോൾ കഴിയും, അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ആലോചിച്ച് വന്നപ്പോൾ വളരെ നാടകീയമായിട്ട് തന്നെ എല്ലാവർക്കും ആശ്വാസമുണ്ടാക്കുന്ന രീതിയിൽ ഇതിൻ്റെ ക്ലൈമാക്സ് വന്നു. പ്രേക്ഷകർ കൈയടിക്കില്ല എന്ന് ശപഥം ചെയ്തവർ കൈയടിച്ചുകൊണ്ട് എണീറ്റ് ഒരു പ്രാവശ്യം കൂടി കാണുമെന്ന ആഗ്രഹത്തോടെ സ്ഥലം വിട്ടു എന്നുള്ളതാണ്. അതേ ഞങ്ങൾ വീണ്ടും പറയുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മോഹൻലാലിനെ എഴുതിത്തള്ളാൻ വരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞ അതേ ഞങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത്. മോഹൻലാൽ വീണ്ടും സജീവമായി മലയാള സിനിമയിൽ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.